ശ്രീ പി നന്ദകുമാർ, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണല്ലോ. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല. ഇതിൻ്റെ ഫലമായി പദ്ധതികൾ അട്ടിമറിക്കപ്പെടുകയാണ്. ഉദാഹരണത്തിന് NHM പദ്ധതികൾ നോക്കാം. JSSK പദ്ധതികൾ, ഹൃദ്യം പദ്ധതി, ഇൻഷുറൻസ് പദ്ധതികൾ, ഡയാലിസിസ് അടക്കം തടസ്സപ്പെടുന്നു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും മുടങ്ങുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സമീപനം. 1055 കോടി രൂപയാണ് NHMൻ്റെ കേന്ദ്രത്തിന് കിട്ടാനുള്ളത്. മറ്റൊരു പദ്ധതിയായ നെല്ല് സംഭരണം അട്ടിമറിക്കപ്പെടുകയാണ്. 1078 കോടി രൂപയാണ് നെല്ല് സംഭരിച്ച വകയിൽ കിട്ടാനുള്ളത്. നിരവധി പദ്ധതികൾ വേറെയുമുണ്ട്. കേന്ദ്രത്തിൻ്റെ ക്രൂരമായ നടപടി സംസ്ഥാനത്തിൻ്റെ വികസനത്തെ സാരമായി ബാധിക്കുന്നു. കേന്ദ്ര വിഹിതം നേടിയെടുക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സംസ്ഥാന സർക്കാർ നടത്തിയതെന്ന് വ്യക്തമാക്കണമെന്നാണ് ഈ ശ്രദ്ധ ക്ഷണിക്കൽ കൂടി ഞാൻ ആവശ്യപ്പെടുന്നത്. ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി. സർ, കേന്ദ്ര വിഹിതം അനുവദിക്കുന്ന കാര്യത്തിൽ വിവേചനപരമായ കേന്ദ്ര സർക്കാർ നിലപാട് തിരുത്തണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ നിരന്തരമായി വിവിധ വേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട്. സർ, കേന്ദ്ര നികുതി വിഹിതം 10ാം ധനകാര്യ കമ്മീഷൻ കാലത്തെ 3.88 നിന്നും 15ാം ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1.925% കുറഞ്ഞു. ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേന്ദ്ര ഗ്രാൻറ്റുകളും പദ്ധതി വിഹിതങ്ങളും ചുരുക്കിയിട്ടുണ്ട്. വായ്പാപരിധി പോലും വെട്ടിക്കുറച്ചു. ഇത്തരം നിലപാടുകൾക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ വിവിധ ഇടപെടലുകളാണ് സംസ്ഥാനം നടത്തി വരുന്നത്. നമ്മളെല്ലാം സംയുക്തമായിട്ട് ഈ സഭയിലും അതെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. ഡൽഹിയിൽ ഉൾപ്പെടെ എല്ലാവരും പോയിട്ടുണ്ട്. കോടതിയിലും പോയിട്ടുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ അദ്ദേഹം പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാർ അനുശാസിക്കുന്ന ബ്രാൻഡിംഗ്, നെയിമിംഗ് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ പല കാര്യങ്ങളും ഉന്നയിച്ച് NHM പോലെയുള്ള പദ്ധതികളുടെ കേന്ദ്ര വിഹിതം തടസ്സപ്പെടുത്തുന്നുണ്ട്. സർ, സംസ്ഥാന വിഹിതം കൂടി ചെലവഴിക്കുന്ന പദ്ധതികൾ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന ബ്രാൻഡിങ്ങിന് പകരം സംസ്ഥാനത്തെ കൂടി പരിഗണിക്കുന്ന കോ ബ്രാൻഡിങ് പോലും അംഗീകരിക്കുന്നില്ല. സർ, NHM പോലുള്ള പദ്ധതികൾക്കുള്ള കേന്ദ്രവിഹിതം ലഭ്യമാകാതിരിക്കുന്ന സന്ദർഭത്തിൽ പോലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നും പ്രസ്തുത പദ്ധതി പ്രവർത്തനങ്ങൾക്കായി കഴിയുന്ന അത്ര തുക സംസ്ഥാനം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, കുടിശ്ശിക ഇനത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുവാൻ ബാക്കിയുള്ള വിഹിതം നേടിയെടുക്കുവാനായി ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറി തലത്തിൽ കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങളുമായി ചർച്ച നടത്തി ഫണ്ട് എത്രയും വേഗം നേടിയെടുക്കുവാൻ 30/11/2023 ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി നോട്ട് മുഖേന ബന്ധപ്പെട്ട വകുപ്പ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 8/8/2023 കൂടിയ യോഗ തീരുമാനപ്രകാരം സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംബന്ധിച്ച് വിശദമായ ഒരു പഠനം നടത്തുന്നതിനായി ചീഫ് സെക്രട്ടറി ചെയർമാനും പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വൈസ് ചെയർമാനും ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കി വരുന്ന വകുപ്പുകളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, സെക്രട്ടറിമാർ അംഗങ്ങളായ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പ്രസ്തുത കമ്മിറ്റിയുടെ ആദ്യ യോഗം 14/12/2023 ചേർന്നു. പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് ഡയറക്ടറുടെ അധ്യക്ഷതയിൽ 10/5/2024 മുതൽ 25/5/2024 വരെ ബന്ധപ്പെട്ട 33 വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരുമായി 1-to-1 മീറ്റിംഗ് നടത്തുകയും കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവരശേഖരണം നടത്തി വരികയും ചെയ്യുന്നു. കേന്ദ്ര സഹായ പദ്ധതികളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മൂലധന ചെലവിനായി അനുവദിക്കുന്ന സ്പെഷ്യൽ സെൻട്രൽ അസിസ്റ്റൻറ്റ് വായ്പകൾ CAPEX എന്നാണ് ചുരുക്കപ്പേര്. അതിനുപോലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ബ്രാൻഡിംഗ്, നെയിമിങ്ങിലെ പൂർത്തീകരണത്തിൻ്റെ തടസ്സം ഉന്നയിച്ച് വായ്പ കൈമാറാതിരിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. സർ, വിഴിഞ്ഞം പദ്ധതിക്കായിട്ട് ഈ CAPEX അനുസരിച്ചിട്ട് ചോദിച്ച പ്രത്യേക വായ്പ, ഈ CAPEX 50 വർഷക്കാലത്തേക്കുള്ള പരിധിയുള്ള ആ വായ്പ പോലും അനുവദിക്കാൻ തയ്യാറായിട്ടില്ല. സർ, കൂടാതെ 2021-22 വർഷം മുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ നടത്തിപ്പിനായി ആവിഷ്കരിച്ച SNA സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ അടിക്കടി കൊണ്ടുവരുന്ന പലവിധത്തിലുള്ള നിബന്ധനകൾ കാരണം സാങ്കേതികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അവ പദ്ധതി നിർവഹണത്തെ ഒരളവ് വരെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. സർ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള കുടിശ്ശിക കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കുന്നതിന് വേണ്ടി വിവിധ വകുപ്പുകൾ അതത് കേന്ദ്ര മന്ത്രാലയങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുകയും കത്തിടപാടുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. വിനിയോഗ സാക്ഷ്യപത്രം സമയബന്ധിതമായി നൽകിക്കൊണ്ടും മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടും ഈ തുക നേടിയെടുക്കുന്നതിനായി പദ്ധതി നിർവഹണം നടത്തുന്ന എല്ലാ വകുപ്പ് സെക്രട്ടറിമാരുടെ തലത്തിലും ത്വരിത നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഭരണപരമായ നടപടികൾക്കൊപ്പം കേരളം ഒറ്റക്കെട്ടായി സംസ്ഥാനത്തിന് അർഹമായ നികുതി വിഹിതം ലഭിക്കുവാൻ, ഗ്രാൻറ്റുകൾ ലഭിക്കുവാൻ കൂട്ടായ പരിശ്രമം നടത്തേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് തിരുത്തുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ശക്തമായി ഇനി തുടരുന്നതാണ്. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. സർ, ഇതിനൊപ്പം ഈ പണം വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ നമുക്ക് പണം പകരം സംസ്ഥാനം കൊടുക്കേണ്ടി വരുന്നു. ഉദാഹരണത്തിന് 1000 കോടിയോളം രൂപയാണ് NHMൻ്റെ മാത്രം നമുക്ക് കിട്ടാനുള്ളത്. അതിന് പകരമായി സംസ്ഥാന വിഹിതത്തിൽ നിന്ന് കൊടുക്കേണ്ട സ്ഥിതിയിലാണ് തുടരുന്നത്. സപ്ലൈകോ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. 1000ഓളം കോടി രൂപയാണ് നെല്ലിൻ്റെ മാത്രം കിട്ടാനുള്ളത്. സർ, ഇതുപോലെ പല കേന്ദ്ര വിഹിതത്തിൻ്റെ പല മേഖലയിലുള്ള തുകകളും കിട്ടാനുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം മുതൽ എല്ലാ മേഖലയിലും അത് തരുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. എന്നാൽ അവിടെ ഒരു ആകെ സ്തംഭനാവസ്ഥയിൽ പോകാതിരിക്കാൻ വേണ്ടി സംസ്ഥാനം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്തിന് കഴിയുന്ന ആ പരിധിക്കും അപ്പുറത്തേക്കാണ് ഇപ്പോൾ തരാതിരിക്കുന്നത് എന്നുള്ള സ്ഥിതി തുടരുകയാണ്. സർ,
ചോദ്യം. സർ, ഈ കേന്ദ്ര നിബന്ധനകൾ പാലിക്കപ്പെടാത്തതുകൊണ്ടാണ് ഫണ്ട് ലഭിക്കാത്തത് എന്ന് ചില മാധ്യമങ്ങളും പ്രതിപക്ഷവും പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മിനിസ്റ്റർ. പ്രചരണമാണ് സാർ. കേന്ദ്ര നിബന്ധനകൾ ഏറ്റവും കൃത്യമായി പാലിക്കാനാണ് സംസ്ഥാനം ശ്രമിക്കുന്നത്. അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ രണ്ട് കാര്യമാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഈ കോളിംഗ് അറ്റൻഷൻ ചോദിച്ചത്. ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് തരാനുള്ള, സംസ്ഥാനത്തിന് തരാനുള്ള ന്യായമായ വിഹിതങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നികുതി ഉൾപ്പെടെ അതിനകത്ത് കേന്ദ്ര മാനദണ്ഡം വരുത്തിയതിനകത്തുള്ള വലിയ തെറ്റുകളൊന്നും നമുക്ക് നേരെ പകുതിയായി 10ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് കിട്ടുന്നതിൽ നിന്ന് നേരെ പകുതിയായിട്ട് നമ്മുടെ സംസ്ഥാനത്തിന് വിഹിതം കുറച്ചു. തൊട്ടു മുമ്പത്തെ ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഈ ധനകാര്യ കമ്മീഷൻ വന്നപ്പോഴേക്കുള്ള വ്യത്യാസം ഏകദേശം 8,000 കോടിയാണ് സാർ ഒരു വർഷം. ഏകദേശം 10ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഇപ്പോഴേക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് വരുന്ന നഷ്ടം ഒരു വർഷം 24,000 കോടിയാണ് സാർ. കാരണം ഈ വർഷം കിട്ടാൻ പോകുന്ന 24,000 കോടിയാണ് ഡിവിസീവ് പൂളിൽ നിന്ന്. സാർ, ഇതുപോലെ ഓരോ മേഖലയിലും ഉള്ള വെട്ടിക്കുറവുണ്ട്. കടമെടുക്കാനുള്ള പരിധി പോലും വെട്ടിക്കുറയ്ക്കുന്നു. സാർ, ഏറ്റവും ഒടുവിലത്തെ AGയുടെ റിപ്പോർട്ട് 2023-24 കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട്, നമ്മുടെ പ്രാഥമിക ഓഡിറ്റ് പ്രകാരം AG പറഞ്ഞിരിക്കുന്നത്, അക്കൗണ്ടന്റ് ജനറൽ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ തൊട്ടുമുമ്പത്തെ വർഷം കിട്ടിയിരുന്നതിൽ നിന്നും 13,000 കോടിയാണ് സാർ നമുക്ക് ഇപ്രാവശ്യം ഗ്രാൻഡ് മാത്രം കുറഞ്ഞത്. അക്കൗണ്ടന്റ് ജനറലിൻ്റെ കണക്കാണ്, അല്ലാതെ സംസ്ഥാന ഗവൺമെൻറ് ഉണ്ടാക്കുന്ന കണക്കല്ല. 13,000 കോടി ആ ഇനത്തിൽ മാത്രം കുറഞ്ഞു സാർ. ഈ തരത്തിൽ കുറവ് വരുന്നു. കടമെടുക്കാനുള്ള പരിധിയിലുള്ള കുറവും അങ്ങേക്ക് അറിയുന്നതാണ് സാർ. നമുക്ക് 3.5% എടുക്കാൻ ഇപ്പോൾ അവകാശമുണ്ട് സാർ നിയമപരമായി. പക്ഷേ കഴിഞ്ഞ വർഷം 2.44 എടുക്കാൻ അനുവദിച്ചുള്ളൂ. ഈ തൊട്ട് കഴിഞ്ഞ വർഷം നമുക്ക് 2.8 എടുക്കാൻ അനുവദിച്ചുള്ളൂ. സാർ, ഇത് രണ്ടും കൂടെ കണക്ക് കൂട്ടുകയാണെങ്കിൽ 2 വർഷത്തെ കിട്ടേണ്ട അനുവദിച്ച തന്നെ ലോണിൽ നിന്ന് വന്ന കുറവ് ഇവർ സമ്മതിക്കാത്തതുകൊണ്ട് മാത്രം 19,000 കോടിയാണ് ഈ 2 വർഷം നമുക്ക് അനുവദിച്ച ലോണിൽ നിന്ന് കുറവ്. ഈ തരത്തിൽ ചെയ്യുന്നതാണ് സാർ ഒരു വശം. ഇത് എന്ത് മാധ്യമങ്ങളായാലും രാഷ്ട്രീയമായി എതിർക്കുന്ന ആളുകളും ഈ കാര്യം പറയുന്നത് വസ്തുതയല്ല. രണ്ടാമത്, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതിനും കണക്ക് കൊടുക്കാത്ത പ്രശ്നമല്ല. ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ, സിവിൽ സപ്ലൈസ് വകുപ്പ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മന്ത്രിമാരുൾപ്പെടെ എല്ലാവരും ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ പോകുന്നു, ഈ കാര്യങ്ങൾ ചെയ്യുന്നു, പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും എന്തെങ്കിലും കാര്യം പറഞ്ഞ് തട്ടി നീക്കുകയാണ് സാർ. 2-3 വർഷം മുമ്പ് കിട്ടേണ്ടതാണ് സാർ UGCയുടെ പണം. UGC വരുന്ന നമുക്ക് തരാനുള്ള പണം 50% UGC തരണം, ബാക്കി 50% നമ്മൾ തരണം. സാർ, ഓരോ ന്യായങ്ങൾ പറഞ്ഞ് നടപ്പിലാക്കിയ UGC തന്നെ തരാതിരിക്കുക, ഇങ്ങനെയുള്ള സമീപനം അവരെടുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ആകെയുള്ള പ്രശ്നമാണ്. നമുക്കതുകൊണ്ട് പ്രചരണം നടത്തിയോ പ്രതിപക്ഷം എന്ന നിലയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ എന്ന നിലയിലോ മാധ്യമങ്ങൾ പറയുന്ന വിഷയങ്ങൾ അവർക്ക് പറയാം. പക്ഷേ സംസ്ഥാനത്തിന് കിട്ടാനുള്ള കാര്യം കിട്ടാതിരുന്നാൽ നമ്മളെ ആകെ ബാധിക്കുന്നതാണെന്ന നിലയിൽ തന്നെ ആ വസ്തുത എടുക്കണമെന്നാണ് സാർ. എന്തായാലും സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.